ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി അല്ലെങ്കിൽ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന്. ആ ഒരു കാര്യം പറയാൻ കാരണം വേറൊന്നുമല്ല. അതായത് ഞാനൊരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രൈഡഡ് ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇത് അഴിച്ച് കളയേണ്ട, നെക്സ്റ്റ് ഡേ നമുക്ക് കുറച്ച് നേരം വരെ വെച്ചാൽ ഹീറ്റ്ലെസ് ആയിട്ടുള്ള കേൾസ് എന്തുമാത്രം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ള കാര്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ തലേന്ന് മുടി നന്നായിട്ട് ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയലൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഏറെക്കുറെ ഒരു 4 മണി ആ ഒരു റേഞ്ചിലാണ് ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡേ ഞാനൊരു 12:30 ആ ഒരു റേഞ്ച് ഓഫ് ടൈമിലാണ് അഴിക്കുന്നത് നമ്മുടെ മുടി ബ്രൈഡലായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ട്യൂട്ടോറിയൽ. അതുകൊണ്ട് തന്നെ അത്രയും നേരം ഇരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് വേവി ആയിട്ടുള്ള ഒരു കേൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേവായിട്ടുള്ളൊരു കേൾ, സോറി വേവി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും അമേസിങ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഹീറ്റ്ലെസ് ആയിട്ടുള്ള കേൾസ് പരീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വേയും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. നോർമലി നമ്മൾ ബ്രൈഡഡ് ഹെയർ സ്റ്റൈൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രൈഡഡ് ഹെയർ സ്റ്റൈലിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ മുടി ഫുള്ളി നമ്മൾ എടുത്തിട്ട് 2 ഡിവൈഡഡ് പോർഷനായിട്ട് ബ്രൈഡ് ചെയ്യാണ്. നമ്മൾ മുടി ബ്രൈഡ് ചെയ്തിട്ടുള്ള 2 പോർഷനും റബ്ബർ ബാൻഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രൈഡ് ചെയ്യാത്ത പോർഷൻ ഓഫ് മുടി എടുത്തിട്ട് നമ്മൾ ബ്രൈഡ് ചെയ്തിട്ടുള്ള ഓരോ പോർഷൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നമ്മൾ ട്വിസ്റ്റ് അല്ല, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടാലും മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോസസ്സ് നമ്മൾ ടിൽ എവിടെ വരെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫുള്ളി ബ്രൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതുവരെ, അതായത് മുടിയുടെ എന്തുമാത്രം ലെങ്തിലാണോ നമ്മൾ ബ്രൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത്രയും നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശരിക്കും ഇതിനെ പറയുന്നത് ഒരു യുണീക്ക് ബ്രൈഡഡ് ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ എന്നാണ് കേട്ടോ. നോർമലി നമ്മൾ കണ്ടുവരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മുടഞ്ഞിടുക അല്ലെങ്കിൽ പിന്നിടുന്ന ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ അല്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതായത് കട്ടി കുറവുള്ള മുടിയുള്ള ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടെ ഒന്ന് ബ്രൈഡൊക്കെ ചെയ്യുമ്പം തീരെ കട്ടി കുറവ് തോന്നിക്കാതെ അത്യാവശ്യം നല്ലൊരു വോളിമസ് ആയിട്ട് തോന്നിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രൈഡഡ് ട്യൂട്ടോറിയലും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ വീഡിയോ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു മൂന്നാമത്തെ പോർഷൻ ഈ ഒരു 2 ബ്രൈഡ്സിനുള്ളിലേക്ക് ബ്രൈഡ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് കയറ്റി എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൈനലി നമ്മൾ ബുഷ് വെച്ചിട്ട് നല്ലോണം സെക്യൂർ ചെയ്യാണ് ചെയ്യുന്നത്, അതായത് നമ്മുടെ മുടിയുടെ ടിപ്പിൽ കൊണ്ടുപോയിട്ട്. അപ്പോൾ ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു വന്നിട്ടുണ്ട് കേട്ടോ. അതായത് യുണീക്ക് ആയിട്ടുള്ളൊരു ബ്രൈഡ് ഹെയർ സ്റ്റൈലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ ഹാക്ക് വരാൻ പോകുന്നുള്ളൂ. അതായത് നമുക്ക് വേണ്ടത് ഹീറ്റ്ലെസ് ആയിട്ടുള്ള കേൾസ് അല്ലേ. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ ഇനി ഞാൻ നെക്സ്റ്റ് ഡേ വരെ ഇത് ഹോൾഡ് ചെയ്ത് അഴിച്ച് കളയാതെ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇതേപോലെ ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് എഫോർട്ടൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് നമ്മളത് എങ്ങനെയാണെന്നൊന്ന് പഠിച്ച് കിട്ടിയാൽ ഭയങ്കര ഈസിയാണ്. ശരിക്കും ഈ ഒരു ബ്രൈഡൽ ട്യൂട്ടോറിയൽ വെച്ചിട്ടുള്ള നമുക്ക് ഫൈനലി കിട്ടിയിട്ടുള്ള കേൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കേൾസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫൈനൽ റിസൾട്ട് കാണാൻ നിങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡേ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു 12 മണി ആ ഒരു റേഞ്ച് ഓഫ് ടൈമിലാണ് ഞാൻ മുടി അഴിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ അത്യാവശ്യം മെസ്സി ആയിട്ടാണ് ഹെയർസ് കിടക്കുന്നത്. അപ്പോൾ നല്ലോണം അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ മുടിയുടെ ടിപ്പിൽ നമ്മൾ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബുഷ് എടുത്തു മാറ്റിയിട്ട് തന്നെ തുടങ്ങാം നമ്മുടെ ഹെയർസ് ഫുള്ളി അഴിച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഒരു മൂന്നാമത്തെ പോർഷൻ നമ്മൾ ഉള്ളിൽ ആ ഒരു ബ്രൈഡ്സിന് ഉള്ളിൽ കയറ്റിയിട്ടില്ലായിരുന്നു, അതൊക്കെ നല്ലോണം റിമൂവ് ചെയ്തെടുക്കുകയാണ്. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഓരോ ബ്രൈഡ്സും ഞാൻ അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മുടിയഴിക്കൽ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ബ്രൈഡും നല്ലോണം അഴിച്ചെടുക്കുകയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അഴിച്ചെടുക്കുമ്പം കുറച്ച് പിറ്റേ ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ച് മെസ്സി ആൻഡ് ചെറിയ തോതിൽ നമുക്ക് അഴിച്ചെടുക്കാൻ ചെറിയ തോതിലൊരു ഡിഫിക്കൽട്ടി ഉണ്ട്. അത് നിങ്ങൾ കാര്യമാക്കേണ്ട, പ്രോപ്പറായിട്ട് വന്നോളും കേട്ടോ. അതിനുശേഷം നമ്മൾ നന്നായിട്ട് അഴിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കോമ്പും കൂടെ ചെയ്ത് കൊടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല വോളിയമസ് ആയിട്ടുള്ള ഒരു കേളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ചുളുചുളാന്നുള്ള ചുളുക്കല്ല, ഒരു വേവി ആയിട്ടുള്ള ഒരു കേൾസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ശരിക്കും ഒരു വേവ് കേൾസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ശരിക്കും അമേസിങ് ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഷുവറായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു ഹീറ്റ്ലെസ് കേൾ മെത്തേഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ എടുക്കാൻ വരയ്ക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ്. ടാറ്റാ.